ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ടു ഡു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന എക്സാമ്പിളാണ് പറഞ്ഞത്. അതെങ്ങനെ ചെയ്തു എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അത് നിങ്ങളെല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ക്ലാസ് ഒരു വെതർ ആപ്ലിക്കേഷൻ, അതായത് കാലാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു വെബ് ആപ്പാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് അഡ്വാൻസ്ഡ് കൺസെപ്റ്റൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എങ്ങനെ എ പി ഐ കീ അല്ലെങ്കിൽ എ പി ഐ ഒക്കെ എങ്ങനെ ഇതിൽ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്, ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് നമുക്കിവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ജാങ്കോ അഡ്മിൻ, എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റാർട്ട് പ്രൊജക്റ്റ്, എന്ത് ചെയ്യാം, വെതർ എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പ്രൊജക്റ്റിൻ്റെ പേര് വെതർ എന്ന് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഒരു ആപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ട് ആപ്പ് എന്ന് എഴുതിയതിന് ശേഷം ആപ്പ് എന്ന് ചേർത്ത് കൊടുക്കുക. ആപ്പിൻ്റെ പേര് നമുക്ക് ആപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റിലേക്കൊന്ന് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ വെതർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് എൻ്റർ ചെയ്തു. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ആപ്പ്. ഓക്കെ, ആപ്പ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ പുറത്തായി പോയി. അപ്പോൾ ഞാനതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എഗെയിൻ നമുക്ക് ഒന്നുകൂടി ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എഗെയിൻ നമ്മൾ പ്രൊജക്റ്റിൻ്റെ പുറത്തായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്തത്. ഇനി അതിനുശേഷം സെറ്റിങ്സിൽ പോവാം. ഇവിടെ വന്ന് ഇൻസ്റ്റാൾഡ് ആപ്പിൽ പോയിട്ട് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആപ്പിൻ്റെ പേര് ഇതിലേക്ക് ആഡ് ചെയ്തു. ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോകണം, കാരണം നമ്മൾ എല്ലാ പ്രൊജക്റ്റും ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. അതിനുശേഷം ആപ്പ് ഓപ്പൺ ചെയ്തു. ഇവിടെ വന്ന് നമ്മൾ urls.py എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇൻഡെക്സിൽ പോയി ഇൻഡെക്സിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നൊരു ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. index.html എന്ന് കൊടുത്തിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിങ്സിൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന ടെംപ്ലേറ്റ്സ് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ടെംപ്ലേറ്റ്സ്, ഓക്കെ, അത് ആഡ് ചെയ്തു. ഇനി ഇവിടെ വന്ന് ഇൻഡെക്സിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഇവിടെ വന്ന് ഡിഫ് ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് റിക്വസ്റ്റ് എന്ന് ചേർത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് റിട്ടേൺ, അതിനുശേഷം റെൻഡർ, അതിനുശേഷം ഇവിടെ വന്ന് റിക്വസ്റ്റ്, അതിനുശേഷം നമുക്ക് index.html. അപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ഫയലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചേർത്തു. ഇനി നമുക്ക് URLസിലേക്ക് വേണ്ട കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് URLസിലേക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുമ്പത്തെ പ്രൊജക്റ്റിൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഫ്രം എന്നെഴുതി, ഫ്രം, അതിനുശേഷം ഇവിടെ വന്ന് ജാങ്കോ എന്ന് ചേർത്ത് കൊടുത്തു. ജാങ്കോ ഡോട്ട് URLs, എന്നിട്ട് ഇവിടെ വന്ന് ഇമ്പോർട്ട് പാത്ത് എന്ന് ചേർത്തു. അതിനുശേഷം ഇവിടെ വന്ന് ഫ്രം ഡോട്ട് ഇമ്പോർട്ട്, അതിനുശേഷം വ്യൂസ്, അതിനുശേഷം നമുക്കിവിടെ വന്ന് URL പാറ്റേൺസ് എന്ന് ചേർത്ത് കൊടുക്കാം. URL പാറ്റേൺസ് എന്ന് ചേർത്ത് കൊടുക്കാം. പാറ്റേൺസ് ഒരു ലിസ്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ വന്ന് പാത്ത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഈ രൂപത്തിലിട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് വ്യൂസ് ഡോട്ട് ഇൻഡെക്സ് എന്ന് ചേർത്തു. ഇനി ഇതിന് നമുക്കൊരു നെയിം കൂടി ചേർക്കാം. നെയിം ഈക്വൽ ടു ഇൻഡെക്സ് എന്നും ചേർത്തു. അപ്പോൾ അതും നമുക്കിവിടെ വന്ന് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമുക്ക് വ്യൂ അതേപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയായി. ഇനി URLസിൽ പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ബാക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഇൻക്ലൂഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇൻക്ലൂഡ്, അതിനുശേഷം ഇവിടെ വന്ന് എഗെയിൻ പാത്ത് ഡബിൾ ഇൻവെർട്ടഡ് കോമ, ഇനി ഇവിടെ വന്ന് ഇൻക്ലൂഡ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആപ്പ് ഡോട്ട് URL എന്ന് ചേർത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഇവിടെ എറർ,
ഇവിടെ ഒരു കോമ ഇട്ടിട്ടില്ല. എററും നമ്മളിവിടെ ഓക്കെ ആക്കി എല്ലാം കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു H1ൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഹലോ ജാങ്കോ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാങ്കോ എന്ന് ചേർത്തു. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഇവിടെ എറർ. ഓക്കെ, app.urls ഇവിടെ വന്ന് എസ് ഇട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, നിങ്ങളൊരു പ്രൊജക്റ്റൊക്കെ റൺ ചെയ്യിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കുക. അപ്പോൾ മാത്രമേ നമ്മളെ പ്രോഗ്രാമിന് എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. ഓക്കെ, എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റൺ ചെയ്യിക്കരുത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോഴും അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മളെല്ലാം കൂടി കറക്റ്റ് ചെയ്യാൻ വരുമ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഡെക്സിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഗിറ്റബ് ഐഡി തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വന്ന് github.com, അതിനുശേഷം നമുക്കിവിടെ വന്ന് എൻ്റെ ഗിറ്റബ് ഐഡി തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ പ്രൊജക്റ്റ് ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടുന്ന് ഓപ്പൺ ചെയ്യണം റെപ്പോസിറ്ററിയിൽ വെതർ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാനിവിടെ വന്ന ആപ്പിൻ്റെ ഉള്ളിൽ ഇൻഡെക്സിൻ്റെ ഉള്ളിൽ ആ കോഡുകൾ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ ഇതിലൊരു കോഡുണ്ട്. അത് ഞാനിവിടുന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഈ കോഡ് മാത്രമാണ് കോപ്പി ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഡിസൈനിങ് നമ്മൾ മുഴുവനായിട്ടും ചെയ്യേണ്ടതായിട്ട് വരും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കോപ്പി ചെയ്യുന്നത്. അധികം കാര്യങ്ങളൊന്നുമില്ല, അത് ജസ്റ്റ് ഒരു ഡിസൈനും കാര്യങ്ങളും മാത്രമാണ് ഇതിൽ വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊന്നും ഇതിൽ പ്രത്യേകിച്ച് വരുന്നില്ല. ഇനി നമുക്കെന്ത് ചെയ്യാം, വ്യൂ കോഡ് എഴുതാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വ്യൂവിലാണ് വരുന്നത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, വ്യൂ കോഡ് എഴുതാം. വ്യൂ കോഡ് എഴുതി തുടങ്ങാം. വ്യൂ കോഡ് എഴുതുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് ഒരു പാക്കേജ്, ഒരു പൈത്തൺ ഇൻസ്റ്റാൾ പാക്കേജ്, ഒരു പിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പാക്കേജിലേക്ക് വേണം. നമ്മൾ APIകളൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് റിക്വസ്റ്റ് എന്നുള്ളൊരു പാക്കേജ് നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ലൈബ്രറി ഇതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് പിപ്പ് ഇൻസ്റ്റാൾ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് റിക്വസ്റ്റ് എന്ന പേരിൽ ഒരു പാക്കേജ് വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്ത് വരുന്നുണ്ട്, എന്നിട്ടത് ഇൻസ്റ്റാളായി. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ ഓക്കെയാണ്. ഇനി നമുക്കിത് ചെയ്യാം, ആ പാക്കേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം, വ്യൂവിലേക്ക് ഫ്രം. അതിനുശേഷം നമ്മളിവിടെ വന്ന് റിക്വസ്റ്റസ് എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഈ പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യൂ, APIയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വർക്കാവും. ആദ്യം തന്നെ നമുക്കെന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഒരു ഡാറ്റ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ബ്ലാങ്ക് ആയിട്ടുള്ള ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. എററൊന്നും വരാതിരിക്കാനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഒന്ന് ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോം ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇവിടെ ജസ്റ്റ് ഒന്നുമില്ല, ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു. ഇത്രയും ഭാഗമാണ് ഫോമിൻ്റെ ഭാഗം വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടെക്സ്റ്റ് ബോക്സ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്ലേസ് ഓർഡർ സെർച്ച് എന്നൊക്കെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബട്ടണിൻ്റെ ഉള്ളിലൊരു സെർച്ച് ഐക്കണൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഫോമിൻ്റെ ഉള്ളിൽ വരുന്നത്, ഒരു സെർച്ച് ബോക്സും അതേപോലെ തന്നെ ഒരു ബട്ടണും. അപ്പോൾ ഈ സെർച്ച് ബോക്സിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് നമുക്ക് നെയിം എന്നുള്ള പേരിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അപ്പോൾ ഈ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്, അതായത് നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സിറ്റി, അതായത് ഇവിടെ നമ്മളൊരു സിറ്റിയുടെ പേര് കൊടുക്കുന്നുണ്ട്. ഈ സിറ്റിയുടെ പേര് നമുക്കിവിടെ ഒരു വേരിയബിളായിട്ട് കിട്ടണം. അപ്പോൾ സിറ്റി ഈക്വൽ ടു, അതിനുശേഷം നമ്മൾ റിക്വസ്റ്റ്, അതിനുശേഷം നമ്മൾ പോസ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആണ് കിട്ടേണ്ടത് ഗെറ്റ്. എന്നിട്ട് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, ഇവിടെ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ എന്ത് പേരാണോ കൊടുത്തത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. അവിടെ നമ്മൾ കൊടുത്ത പേര് എന്ന് പറയുന്നത് സിറ്റിയാണ്. അപ്പോൾ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ബട്ടണിൽ, ഇപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ അവിടെ ആ ബട്ടണിൽ നമ്മൾ എന്ത് പേരാ, ആ
ടെക്സ്റ്റ് ബോക്സിൽ എന്ത് പേരാണോ കൊടുത്തത് ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യും ഇതിലേക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ട് എന്നാണ് ചെറിയൊരു എറർ അവിടെ വന്നിരുന്നത്, അതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓപ്പൺ വെബ് നമ്മളിവിടെ വന്ന് ഓപ്പൺ വെതർ മാപ്പ് എന്നുള്ളൊരു സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ വെതറൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള API ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റാസ് ഫെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ അഡ്രസ് ബാറിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, ഓപ്പൺ വെതർ മാപ്പ് API എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിവിടെ കാണിച്ചു തരും, അത് ഓപ്പൺ ചെയ്യാം. ഇതിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ വന്ന് സൈൻ ഇന്നിൽ പോയിട്ട് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ഇവിടെ നിങ്ങൾ യൂസർ നെയിം, ഇമെയിൽ ID, പാസ്വേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ID ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പാസ്വേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലോഗിൻ ചെയ്യുമ്പോൾ അതുപോലൊരു പേജിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് വരും. ഇത്രയും നമ്മളിവിടെ വന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മളെ ഒരു പേര് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ മൈ API കീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത API കീകളൊക്കെ നമുക്കിവിടെ കാണിച്ചു തരും. എൻ്റെ API കീ നിങ്ങൾക്കിവിടെ കാണിക്കും. അത് നിങ്ങളത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളെന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് ലോഡ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ 2 എണ്ണമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് ജസ്റ്റ് ഈ API കോഡ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഡിസേബിൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, തൽക്കാലം ഇത് കോപ്പി ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി പുതിയത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ API കീ നെയിം കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ ജസ്റ്റ് ജനറേറ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഈ ക്രിയേറ്റ് ചെയ്തത് നമുക്കിവിടെ ഒരു വേരിയബിളായിട്ട് കൊടുക്കാം. വേരിയബിളിൻ്റെ പേര് API_ കീ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കീ ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ ആ കോപ്പി ചെയ്ത ആ കോഡ് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് അതെല്ലാം കൊടുത്തൊരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് URL എന്ന് ചേർത്ത് കൊടുക്കാം. URL എന്ന് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഈക്വൽ ടു, ഈ URL ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്, കാരണം കുറച്ച് വലിയൊരു ലൈൻസ് ഓഫ് കോഡാണ്. അപ്പോൾ അത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. വ്യൂവിൽ പോയിട്ട് ഈ ലൈൻസ് ഓഫ് കോഡ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്, കാരണം അത് കുറച്ചധികം ലൈൻസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ എററൊന്നും വരാതിരിക്കാനാണ് ഞാനത് കോപ്പി ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, നമ്മളിവിടെ വന്ന് API നമ്മൾ കൊടുത്തതുണ്ട്. ഇവിടെ എന്ത് ചെയ്യും, ഈ ക്യൂ എന്നുള്ളിടത്ത്, കൊറി എന്നുള്ളിടത്ത് നമ്മളിവിടെ കൊടുത്ത സിറ്റിയുടെ പേര് വരും. പിന്നെ ആപ്പ് ID എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മളിവിടെ കൊടുത്ത ഈ API കീ ആയിരിക്കും നമുക്കിവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ കിട്ടുന്ന ഡാറ്റാസ് ഇവിടെ URL എന്നൊരു വേരിയബിളിലേക്കായിട്ട് നമുക്ക് ആ ഡാറ്റാസ് ഇവിടെ ലഭിക്കും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ആ കിട്ടുന്ന ഡാറ്റാസ്, ഇപ്പോൾ അവിടുന്ന് ഒരു റെസ്പോൺസ് കിട്ടും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു റെസ്പോൺസ് എന്നുള്ളൊരു വേരിയബിളിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. റെസ്പോൺസ് എന്നൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡാറ്റാസ് എന്ന് പറയുന്നത് റിക്വസ്റ്റസ്, എന്നിട്ട് എന്ത് ചെയ്യുക, റിക്വസ്റ്റസ്, എന്നിട്ട് ഇവിടെ വന്ന് ഗെറ്റ് അതിനുശേഷം നമ്മൾ URL എന്ന് പറയുന്നത് നമ്മൾ ഈ കൊടുത്ത ലൈൻസ് ആണ്. അതിലുള്ള ഡാറ്റാസൊക്കെ JSON ആയിട്ടാണ് കിട്ടുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ അല്ലെങ്കിൽ JSON എന്നുള്ളൊരു ഫോർമാറ്റിലായിരിക്കും, ഒരു ID എന്നുള്ള ഫോർമാറ്റിലായിരിക്കും നമുക്ക് കിട്ടുക. അതെല്ലാം റെസ്പോൺസ് എന്നുള്ള വേരിയബിളിലേക്കായിട്ട് കിട്ടി. ഇനി ഇവിടെ വന്ന് if, അതിനുശേഷം നമ്മളിവിടെ വന്ന് റെസ്പോൺസ് ഡോട്ട് അതിനുശേഷം ഗെറ്റ്
ഗെറ്റ്. ഇനി ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റാസ് ഇല്ലെങ്കിൽ, മേ ബി ഡാറ്റാസ് ഒന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല, അതിനെയാണ് COD എന്ന് പറയുന്നത്. നോട്ട് ഈക്വൽ ടു, അതായത് കിട്ടുന്ന ഡാറ്റാസ് നോട്ട് എന്നുള്ളത് നമ്മളിതുപോലെ നോട്ട് ഇട്ട് കൊടുത്തു, ഈക്വൽ ടു 404, അതായത് വെബ്സൈറ്റ് കിട്ടാത്തൊരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 404. അതായത് ഈ കിട്ടുന്ന ഡാറ്റാസ് 404 അല്ലെങ്കിൽ, ഓക്കെ, കിട്ടുന്ന ഡാറ്റാസ് 404 അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. ഡാറ്റ എന്ന് ചേർത്തു, ഈക്വൽ ടു, അതിനുശേഷം ഒരു കേളി ബ്രേസസ് ഇടുക. ഇവിടെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വന്ന് ഓരോന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ കൺട്രി, എന്നിട്ടതിന് ശേഷം അണ്ടർസ്കോർ കോഡ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഡാറ്റാസ് എന്ന് പറയുന്നത് കൺട്രി കോഡാണ്. അപ്പോൾ അത് ലഭിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ റെസ്പോൺസ് ഡോട്ട്, അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇടുക, എന്നിട്ട് SYS സിസ്റ്റം എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്, ഇവിടെ കൺട്രി എന്നുകൂടി ചേർത്ത് കൊടുക്കാം, കൺട്രി എന്ന് ചേർക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ വാല്യൂ നമുക്ക് ലഭിക്കുന്നത് എന്താണ്, കൺട്രി കോഡാണ്. അതിനുശേഷം ഒരു കോമ ഇട്ട് കൊടുക്കുക. JSON ഫോർമാറ്റിലാണ് ഡാറ്റാസ് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ വേണ്ടത് കോർഡിനേറ്റാണ്. അപ്പോൾ ഇവിടെ വന്ന് കോർഡിനേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന് ഈ രൂപത്തിൽ ചേർത്തു. ഇനി അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ വന്ന് F എന്നിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വീണ്ടും ഇവിടെ വന്ന് ഈ രൂപത്തിൽ കേളി ബ്രേസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് റെസ്പോൺസ് എന്നിട്ട് അതിന് ശേഷം ഈ രൂപത്തിൽ കോർഡിനേറ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. ഈ രൂപത്തിൽ ചേർക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് വേണം. അപ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വന്ന് ലോഞ്ചിറ്റ്യൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് ലോൺ എന്ന് ചേർത്തു. അതിനുശേഷം വീണ്ടും രണ്ടും കിട്ടണം, അപ്പോൾ ഒരു കോമ ഇടുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു കേളി ബ്രേസസ് ഇട്ടു. എന്നിട്ട് ഇവിടെ വന്ന് റെസ്പോൺസ് എന്ന് എഴുതി. അതിനുശേഷം വീണ്ടും സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, കോർഡിനേറ്റഡ് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ലാറ്റിറ്റ്യൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് LAT എന്നും ചേർത്ത് കൊടുക്കുക. ലാറ്റിറ്റ്യൂഡ് ലോറ്റിറ്റ്യൂഡാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് LAT എന്നും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഡാറ്റാസ് നമുക്കിതിലേക്ക് കിട്ടും. ഇങ്ങനെ രണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, F എന്നുള്ളത് ഇവിടെ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇവിടെ വന്ന് ടെമ്പറേച്ചറിനുള്ള TMP എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും നമ്മളിവിടെ വന്ന് റെസ്പോൺസ് കേളി ബ്രേസസ് ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് മെയിൻ എന്ന് ചേർത്ത് കൊടുത്തു. ഓരോ കണ്ടൻറ്റും ഓരോ ഭാഗത്താണ് കിടക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ എന്താണോ ലഭിക്കേണ്ടത് അത് ചേർക്കാം. ഇവിടെ വന്ന് ടെമ്പ് എന്ന് ചേർത്തു. സിംഗിളോ ഡബിളോ കൊട്ടേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് വേണ്ടത് പ്രഷറാണ് വേണ്ടത്. അപ്പോൾ വീണ്ടും നമ്മളിവിടെ വന്ന് പ്രഷർ എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതും നമുക്കിതുപോലെ തന്നെ എടുക്കാം. റെസ്പോൺസ് എന്ന് ഇട്ടു. അത് നമുക്ക് കിട്ടുന്നത് മെയിൻ എന്നുള്ളതിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ വന്ന് മെയിൻ എന്ന് ചേർത്തു. എന്നിട്ട് ഇവിടെ വന്ന് നമുക്കിവിടെ വേണ്ടത് പ്രഷർ എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രഷർ എന്ന് ചേർത്തു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഹ്യൂമിഡിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് ഹ്യൂമിഡിറ്റി എന്ന് ചേർത്ത് കൊടുത്തു. അത് നമുക്കിതുപോലെ തന്നെ എടുക്കാം. ഇവിടെ വന്ന് റെസ്പോൺസ് എന്ന് എഴുതി. അതിനുശേഷം മെയിൻ എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇവിടെ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഹ്യൂമിഡിറ്റി എന്നും ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ കൺട്രി കോഡ് ഉണ്ട്, കോർഡിനേറ്റഡ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഉണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ കൊടുത്ത ഡാറ്റാസിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഓക്കെ ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡാറ്റ എന്നുള്ള വേരിയബിളിലേക്ക് ഈ ഡാറ്റാസ് കിട്ടേണ്ടത്. ഇനി കൊടുത്തതിൽ എന്തെങ്കിലും എറർ ആണെങ്കിൽ നമുക്ക് എന്ത് വരണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് എൽസെ എന്നിട്ട് കൊടുത്തു. എറർ ആണെങ്കിൽ എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഡാറ്റ ഈക്വൽ ടു, അതിനുശേഷം ഇവിടെ വന്ന്
കേളി ബ്രേസസ് ഇട്ടു, എന്നിട്ട് എറർ എന്ന് ചേർത്ത് കൊടുത്തു. എറർ എന്നിട്ട് ഒരു കോളൻ ഇടുക, എന്നിട്ട് സിറ്റി നോട്ട് ഫൗണ്ട് എന്ന് ചേർത്ത് കൊടുക്കുക. സിറ്റി നോട്ട് ഫൗണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കിട്ടിയ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആ HTML പേജിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡാറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ മുഴുവൻ ഡാറ്റാസും നമുക്ക് എന്ത് ചെയ്യും, ഈ HTML പേജിലേക്ക് ലഭിക്കും. ഇനി HTML പേജിൽ എന്ത് ചെയ്തു, ഇനി നമ്മൾ കൊടുത്ത ഡാറ്റാസ് ഈഫ്, കൺട്രി കോഡ്, കോർഡിനേറ്റഡ്, ടെമ്പ്, പ്രഷർ, ഹ്യൂമിഡിറ്റി ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കൺട്രി കോഡ് എന്നുള്ളിടത്ത് എന്താണോ കൺട്രി കോഡ് അത് ഡിസ്പ്ലേ ചെയ്ത് വരും. കോർഡിനേറ്റഡ് എന്നുള്ളിടത്ത് ആ 2 കോർഡിനേറ്റും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇവിടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ടും ഒന്നിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ രണ്ടും ഒന്നിലേക്കാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വരുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇവിടെ നമുക്ക് പ്രഷർ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് വരും. അതേപോലെ ഇവിടെ എന്ത് ചെയ്യും, ഹ്യൂമിഡിറ്റി എന്താണോ അതും ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ കോഡ് ഏതാണ്ട് ഓക്കെയാണ്. ഇനി നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എറർ സംഭവിക്കൂ. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ ഇവിടെ എററൊന്നും വരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഇവിടെ നോക്കൂ, നമുക്ക് പ്ലേസ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യേണ്ട, ഒരു പ്ലേസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ വന്ന് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നോക്കൂ, കൺട്രി കോഡ് ഏതാണോ അത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്, കോർഡിനേറ്റഡ് ഏതാണോ അതിവിടെ കാണിക്കുന്നുണ്ട്, ടെമ്പറേച്ചർ എത്രയെന്നും പ്രഷർ എത്രയെന്നും ഹ്യൂമിഡിറ്റി എത്രയെന്നും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേസ് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഡീറ്റെയിൽസും വരുന്നുണ്ട്. ഇനി ഇല്ലാത്തൊരു ഡാറ്റാസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ ഡാറ്റാസ് ഒന്നും ഡിസ്പ്ലേ ചെയ്ത് വരില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്തു എന്നുള്ള കോഡ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഗിറ്റാബ് ഐഡിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഈ കോഡ് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക, ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ വീഡിയോയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.